ഒരു ദിവസം പിങ്കി കിളി ആഹാരം തപ്പി ഒരു പൂന്തോട്ടത്തിൽ എത്തി. അവിടെ ഒരുപാട് ഫലങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇത് കൊള്ളാലോ, എനിക്ക് ഈ പൂന്തോട്ടത്തിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഒരുപാട് ഫലങ്ങളുണ്ടല്ലോ. അവൾ ഒരു ലിച്ചിയുടെ മരത്തിൽ ഇരുന്ന് ലിച്ചി കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ വലിയ കൈ വന്ന് അവളെ അങ്ങ് പിടിച്ചു. അയ്യോ, ആരാ? അവള് നോക്കുമ്പോ ആ വലിയ കൈ ഒരു വലിയ രാക്ഷസന്റെ ആയിരുന്നു. ഈ പൂന്തോട്ടം എന്റെയാ. നീ എന്റെ പൂന്തോട്ടത്തിലെ ഫലം കഴിച്ചത് അത്ര ശരിയായില്ല. ഇനി നിനക്ക് ഇവിടുന്ന് ഒരിക്കലും പോകാൻ കഴിയില്ല. ഒരിക്കലും പോകാൻ പറ്റില്ല. രാവിലെ ആയപ്പോ കോഴി കൂവുന്ന ശബ്ദം കേട്ട് ലാലി കിളി എണീറ്റു. ഈ കോഴി ഉണ്ടല്ലോ, രാവിലെ തന്നെ കൂവാൻ തുടങ്ങും. നമ്മുടെ ഉറക്കവും കളയും, ഇഡിയറ്റ്. അവൾ ആഹാരവും തപ്പി പറക്കുകയായിരുന്നു. പക്ഷെ ഒരു ഫലം പോലും അവൾക്ക് കണ്ടെത്താനായില്ല. നമ്മുടെ പൂന്തോട്ടത്തിന് എന്തായി പറ്റിയത്? ഇവിടെയാണെങ്കിൽ ഒരു മരത്തിലും ഒരു ഫലം പോലും കാണുന്നില്ല. വിശപ്പ് മാറ്റാൻ ഇനി എന്തെടുത്ത് കഴിക്കും? അപ്പോഴേക്കും അവിടെ ചിന്റു കിളിയും മിഠുവും വന്നു. ലാലിക്കിളിയെ, എന്താണ് നീ ഒറ്റക്കിരുന്ന് പിറുപിറുക്കുന്നത്? അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ ഇവിടെ ഒരു മരത്തിൽ പോലും ഫലമില്ല കഴിക്കാൻ. വിശന്ന് മരിക്കേണ്ട അവസ്ഥയാണെന്നാ തോന്നുന്നത്. അപ്പോഴേക്കും അവിടെ മോണ്ടു കുരങ്ങൻ വന്നു. അവൻ പറഞ്ഞു, വേണ്ട, വിശന്ന് ചാവണ്ട ആവശ്യമില്ല. അതെ, ഞാനിപ്പോ ഒരു പൂന്തോട്ടത്തിനെ കുറിച്ച് അറിഞ്ഞു. അവിടെ എല്ലാതരം ഫലവൃക്ഷങ്ങളും ഉണ്ട്. എന്നാൽ വൈകണ്ട, വാ നമുക്ക് പോകാം. അങ്ങനെ എല്ലാരും കൂടെ ആ പൂന്തോട്ടത്തിൽ എത്തിയപ്പോഴേക്കും എല്ലാരും അത് കണ്ട് ഞെട്ടിപ്പോയി. അടിപൊളി, കുറെ വൃക്ഷങ്ങളുണ്ടല്ലോ, കുറെ ഫലങ്ങളും ഉണ്ട്. മോണ്ടുകുരങ്ങൻ വാഴയിലോട്ട് ചാടിക്കേറി. ലാലിയും ചിങ്കിക്കിളിയും ആപ്പിൾ മരത്തിൽ കയറി കഴിക്കാൻ തുടങ്ങി. മിട്ടു തത്ത പേരൊക്കെ തിന്നാനും തുടങ്ങി. ഇനി മുതൽ ഇവിടെ വന്നു തന്നെ എന്നും കഴിക്കാല്ലേ നമുക്ക്? അതെ, നിൽക്ക്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ചിന്തിച്ചു പോയാൽ ജീവൻ അപകടത്തിലായിരിക്കും. അപ്പോഴാണ് ചിങ്കിക്കിളിനെ എല്ലാരും കാണുന്നത്. അവളുടെ കാലിൽ കയറ് കെട്ടിയിരിക്കുകയായിരുന്നു. അതെ, നിന്നെ ആരാ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇവിടെ 3 കണ്ണുള്ള രാക്ഷസൻ ജീവിക്കുന്നുണ്ട്. ഏതേലും പക്ഷികളോ മൃഗങ്ങളോ വന്നാ അവരെ പച്ചക്ക് തിന്നണ രാക്ഷസൻ. അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെയാ ജീവനോടെ ഇരിക്കുന്നത്? ആരാണ് എന്റെ പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്നത്? അവനെ തിന്ന് ഞാൻ എന്റെ വിശപ്പ് മാറ്റട്ടെ. ആ ഭയാനകമായ ശബ്ദം കേട്ട് എല്ലാ പക്ഷികളും ഓടിമറിഞ്ഞു. എന്നാൽ മോണ്ടു കുരങ്ങന് ഒളിക്കാൻ പറ്റിയില്ല. എന്റെ പൂന്തോട്ടത്തിൽ വരാൻ നിനക്ക് ഇത്ര ധൈര്യമോ? അയ്യോ ചേട്ടാ, ക്ഷമിക്കണേ. ആരാണ് നിങ്ങൾ? ഞാൻ അന്ധനാണ്, അതുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു വന്നതാണ്. എന്റെ വകയിലെ അമ്മയുടെ കല്യാണമായിരുന്നു. താലി കെട്ടാൻ പോയപ്പോ എന്റെ വകയിലെ അച്ഛൻ കയറി വന്നു. എന്നിട്ട് എന്റെ വകയിലെ അച്ഛൻ എന്റെ വകയിലെ അമ്മയെ ജീവനോടെ കൊന്നു. ഞാൻ അന്ധനായ പാവം കുരങ്ങൻ എന്റെ വകയിലെ അമ്മയുടെ മരണത്തിന് പോവായിരുന്നു. പക്ഷെ അന്ധനായതുകൊണ്ട് തന്നെ വഴി തെറ്റി ഇങ്ങോട്ട് കയറിയതാ. എന്ത്? നിന്റെ വകയിലെ അമ്മയെ വകയിലെ അച്ഛൻ കൊന്നെന്നോ? അതും പോരാഞ്ഞിട്ട് നീ അന്ധനോ? കൊന്നു കളഞ്ഞു. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എന്നെ കൊന്ന് അമ്മയുടെ അടുത്ത് എത്തിച്ചിരുന്നെങ്കിൽ. കുരങ്ങൻ ഇങ്ങനെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. കുരങ്ങൻ കരയുന്നത് കണ്ട് രാക്ഷസന് സങ്കടം വന്ന് കരയാൻ തുടങ്ങി. അതെ, ഞാനൊരു രാക്ഷസനാണ്. പക്ഷേ അന്ധനായൊരു പാവം കുരങ്ങനെ കൊല്ലാൻ മാത്രം ക്രൂരനല്ല ഞാൻ. ഞാൻ നിന്നെ കൊല്ലില്ല. പൊക്കോ, ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോ. എന്നാൽ ശരി, എന്നെ ഈ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിക്കൂ. എന്നാലല്ലേ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റൂ. ഇത് കേട്ട് രാക്ഷസൻ മോണ്ടുകുരങ്ങനെ തോളിലിരുത്തി പുറത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പൂന്തോട്ടത്തിൽ നിന്നും പുറത്തോട്ട് ഇറക്കി വിട്ടു. അതിന്റെ പുറകെ തന്നെ ബാക്കി 3 കിളികളും അവന്റെ പുറകെ എത്തി. മോണ്ടുകുരങ്ങൻ അപ്പോഴാണ് ദീർഘശ്വാസം വിടുന്നത്. ഇത് കൊള്ളാലോ മോണ്ടു, നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഇത്രയും വലിയ രാക്ഷസനെ
പൊട്ടനാക്കിയല്ലോ. നിങ്ങൾക്ക് തമാശയാണോ ഇതൊക്കെ? ഒരു മിനിറ്റും കൂടി ഞാൻ ആ രാക്ഷസന്റെ മുന്നിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് മുള്ളിപ്പോയനെ. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വൈകുന്നേരമായപ്പോ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ലാലിക്കിളി പറഞ്ഞു, വിശന്ന് ചത്തുപോണേക്കാളും നല്ലത് ആ പൂന്തോട്ടത്തിൽ നിന്ന് രാക്ഷസനെ ഓടിക്കുന്നതാണ്. എന്നിട്ട് ആ പൂന്തോട്ടം നമുക്ക് ഭരിച്ച് ആ ഫലങ്ങൾ തിന്നാം. എന്നാ പറയ്, എന്താ നിന്റെ പ്ലാൻ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ അവിടുത്തെ കിളി പറയുന്നത് കേൾക്കുന്നതാ നല്ലത്. എന്നിട്ട് മുമ്പോട്ടുള്ള പ്ലാൻ മതി കേട്ടോ. നമുക്ക് ദൂരത്തിരുന്നതിന് രാക്ഷസനെ നോട്ടമിടാം. അവൻ ഉറങ്ങിക്കഴിയുമ്പോ പതുക്കെ കിളിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്നാ ശരി, ആ കിളിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം. അങ്ങനെ 4 പേരും ആ പൂന്തോട്ടത്തിൽ ആ കിളിക്ക് വേണ്ടി ചെന്നു. അപ്പൊ നോക്കുമ്പോ രാക്ഷസൻ പിങ്കി കിളിക്ക് ആപ്പിൾ കൊടുക്കുകയായിരുന്നു. എനിക്ക് കഴിക്കണ്ട, എനിക്ക് ഇവിടുന്ന് പോയാ മതി. എത്ര നാള് വരെ നീ എന്നെ ഇവിടെ പിടിച്ചിടും? ഞാൻ ഈ പൂന്തോട്ടത്തിൽ വന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഏതെങ്കിലും വലിയ മൃഗം വന്ന് എന്നെ ആക്രമിച്ച് എങ്ങാനും എന്നെ കൊന്നാലോ? അതുകൊണ്ട് ഞാൻ എന്റെ ജീവൻ നിന്നിലിട്ടിരിക്കുന്നത്. ഇനി ആരെന്നെ വന്ന് ആക്രമിച്ചാലും ഞാൻ മരിക്കില്ല. പക്ഷെ നിന്നെ ആരെങ്കിലും കൊന്നാൽ ഞാനും മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടില്ല. കേട്ടോ നിങ്ങള്? ആ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഈ പാവം പിടിച്ച കിളിയെ ഇവിടെ എന്തിനാ പിടിച്ചു വച്ചേക്കണത് മനസ്സിലായി. കാരണം അവന്റെ ജീവൻ ഈ കിളിയിലിട്ടിരിക്കുക. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു പ്ലാൻ അങ്ങുണ്ടാക്കി. ആ രാക്ഷസൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോ പിങ്കി കിളിയുടെ അടുത്തേക്ക് പോയി. കയറൂരി വിട്ടതിനു ശേഷം അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് രാക്ഷസൻ എണീറ്റപ്പോ മുമ്പിൽ ചിങ്കി, ലാലി, മിട്ടുവിനെയൊക്കെ കണ്ടു. ആ കൊള്ളാലോ, മുമ്പിൽ 3 പക്ഷികളോ? ഇന്ന് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമല്ലോ. ഞങ്ങളെ നിന്റെ ഡിന്നർ ആക്കുന്നതിന് മുമ്പ് നീ നിന്റെ പുറകിലോട്ട് നോക്ക്, അവിടെ എന്താണെന്ന്. അത് കേട്ട് രാക്ഷസൻ പുറകിലോട്ട് നോക്കിയപ്പോ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തറയിൽ തീ കത്തുന്നതായി. അതേസമയം മൂട്ടുകുരങ്ങന്റെ കയ്യിൽ പിങ്കി കിളീനെ ഉയർത്തി വച്ചിട്ടുണ്ടായിരുന്നു. പിങ്കി കിളീനെ തീയുടെ മുകളിൽ കണ്ടപ്പോഴേക്കും രാക്ഷസൻ പേടിച്ചുപോയി. അതിനെ തീയിൽ നിന്നും മാറ്റ്, അതിനെ വെറുതെ വിട്. ഞങ്ങൾക്കറിയാം നിന്റെ ജീവൻ അതിന്റെ അകത്താണെന്ന്. അതുകൊണ്ട് ഈ കിളീനെ ഞങ്ങൾ കത്തിക്കാൻ പോവുകയാ. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. നീ പറയുന്നത് എന്താണെങ്കിലും ഞാൻ കേൾക്കാം. എന്നാ ശരി, നീ കേക്ക്. ആദ്യം നീ ഈ കിളിയുടെ അകത്തുള്ള നിന്റെ ജീവൻ മാറ്റിയിട്ട് അത് നേരെ ആപ്പിളിന്റെ മരത്തിലേക്ക് ആക്ക്. അങ്ങനെയാകുമ്പോ ഈ മരത്തിനെയും ഈ പൂന്തോട്ടത്തിനെയും നിനക്ക് മനുഷ്യന്റെ രൂപത്തിൽ നോക്കി നിർത്താം. പിന്നെ ഇവിടെ പക്ഷികളോ മൃഗങ്ങളോ വന്നാൽ ഫലം കഴിക്കാൻ നീ അനുവദിക്കുകയും ചെയ്യണം. സമ്മതമാണോ നിനക്ക്? ഇല്ലേ, കിളിയെ കത്തിക്കും. വേണ്ട വേണ്ട, എനിക്ക് സമ്മതമാണ്. ഇത് പറഞ്ഞ രാക്ഷസൻ തന്റെ ജീവൻ ആ കിളിയിൽ നിന്നും എടുത്ത് നേരെ ആ മരത്തിലേക്ക് ആക്കി. അങ്ങനെ അങ്ങ് ദൂരത്തിൽ നിന്നും ഒരുപാട് പക്ഷികൾ വന്ന് ഇഷ്ടമുള്ള ഫലങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാക്ഷസൻ ആ പൂന്തോട്ടത്തിന്റെ കാവൽക്കാരനായി. ഏതേലും ക്രൂരനായ മനുഷ്യൻ അവിടെ വന്നാൽ അവൻ അതിനെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചുവിടും.